കുഞ്ഞു പിള്ളേർക്ക് വരെ കളിക്കാൻ കൊടുക്കുന്ന കളിപ്പാട്ടം പുലിക്കുട്ടിയ. കുഞ്ഞു പിള്ളേർക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. ഒരു പുലിനെ നമ്മൾ ഉറങ്ങാൻ കേട്ടാ. വാവേ വാവേ താങ്കളെ കളിക്കണ പോലെ കളിക്കണം. അതുപോലൊക്കെ നമുക്ക് പുലിക്കുട്ടീനെ വെച്ചുള്ളതല്ലേ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തായ്ലൻഡിലാണ്. തായ്ലൻഡില് ടൈഗർ പാർക്കിലാണ് കേട്ടാ. ഈ കാണുന്ന ടൈഗർ പാർക്ക്. അപ്പൊ ടൈഗറിനെ മസാജ് ചെയ്ത് അടിച്ചു പൊളിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ തകർക്കും. സംഭവം ഒരു പേടിയൊക്കെ ഉള്ളിൽ പേടിയും കാര്യങ്ങളൊക്കെ. ടൈഗറായിട്ട് പുതിയായിട്ടുള്ള ഒരു മത്സരത്തിന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ടൈഗർ പാർക്കിൽ വിളിക്ക് പോവാം. അവിടെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അപ്പൊ നേരെ നമ്മൾ ടൈഗർ പാർക്കിൽ വിളിക്കിട്ടാ. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള ടൈഗറിന്റെ വീടുണ്ട്. അതൊരു 600 ബാത്ത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 600 ബാത്ത് എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ 1300 രൂപ കൊടുത്താൽ ടൈഗറിനെ പിടിക്കാം, അതിന്റെ കൂടെ കളിക്കാം ഒരു 10 മിനിറ്റ്. അപ്പൊ ആ ടൈഗറിനെ കാണാം. അപ്പൊ നമ്മള് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടണം. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. അപ്പൊ നമ്മള് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഒരു മീഡിയം. നമ്മൾ എപ്പോഴും ഒരു മീഡിയം റേഞ്ച് പിടിച്ച് കളിക്കണം പറയില്ല. അപ്പൊ ഒരു മീഡിയം ടൈഗറിന്റെ അടുത്താണ് നമ്മൾ പോണത് കേട്ടാ. വലുതൊക്കെ ഉണ്ട്, നമുക്ക് മീഡിയത്തിൽ പിടിച്ചാൽ മതി. അപ്പൊ നമ്മളെ കടിച്ചാലും നമ്മുടെ പകുതി സാധനം ശരീരം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെന്താ നമ്മൾ മീഡിയം റേഞ്ചിലുള്ള ടൈഗറിന്റെ അടുത്ത് പോകുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യണം. അവിടെ കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഹാഫ് ആൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ പല ആൾക്കാരും വന്നിട്ട് ഇവിടെ ടൈഗറിന്റെ അടുത്തുള്ള പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ടൈഗർ ഇവൻ തന്നെയൊന്നും നമ്മുടെ പുലിക്കുട്ട ഇവൻ തന്നെയായിരുന്നു വിചാരിക്കുക. കാണിച്ച് ടൈഗറിന്റെ അടുത്തേക്ക് പോവാൻ കേട്ടാ. എന്താവോ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൈഗറിന്റെ അടുത്തേക്ക്. ഇപ്പൊ ഇവിടെ പോകുമ്പോ തന്നെ നമുക്ക് പോണ വഴിയിൽ അവരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങാൻ സുന്ദരമായിട്ട്. ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിയത്. ഇവിടെ കളിപ്പിക്കുക. അവിടെ കുഞ്ഞു കിടാവിനെ കളിപ്പിക്കുന്ന പോലെ ഉറക്കാൻ തോന്നുന്നത്. നമുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടൈഗർ. ഇവിടെ കുഞ്ഞു പിള്ളേരുകളാ, കുഞ്ഞു ടൈഗറുകളായിട്ടുള്ള കളികളാണ്. നമ്മൾ കുഞ്ഞിത് വേണ്ട, നമുക്ക് മീഡിയം പിടിക്കാം. അപ്പൊ നമ്മുടെ പോകേണ്ടത് ഈ സൈഡിലേക്കാണ്, റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ മീഡിയം ടൈഗറുകളൊക്കെ ഉള്ളത്. അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് കുറെ നിർദ്ദേശങ്ങൾ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പുലിയുടെ അടുത്തേക്ക് പോകുമ്പോ പുലിയുടെ ബാക്ക് പുലിയുടെ അടുത്തേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ പുലിയുടെ അടുത്തേക്ക് പോകുമ്പോ ക്യാമറ കാര്യങ്ങളൊന്നും പാടില്ല. അത് ഡിജിറ്റൽ ക്യാമറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്ലാഷ് അടിക്കാൻ പാടില്ല. അപ്പൊ അതൊന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. കുറെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയോട്ടെ. ഉള്ളിലൊരു വേട്ടയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പുലിയല്ല, പുലി നമ്മുടെ സ്വന്തം ആളല്ല. അയ്യോ, അങ്ങനെ പുലിയുടെ കൂട്ടിലേക്ക് കയറിയിട്ടാണ്. വീടില്ല എന്നാണ് അവർ പറഞ്ഞത്. വേണ്ട. അപ്പൊ അങ്ങനെ പുലിനെ അടുത്ത് വന്ന് നമ്മള് പുലിയുടെ അടുത്താണ് നിൽക്കുന്നത്. തൊടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൊട്ട് തലോടി ആണ് നിൽക്കുന്നത്. അതിന്റെ അമ്മയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഉള്ളില്. ഫോട്ടോഗ്രാഫി ടച്ച് ഓക്കെ. അവൻ വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ആള് തലോടി നിക്കണ്. 1 മിനിറ്റ് പിന്നെ. അപ്പൊ അങ്ങനെ ആളവിടെ സുഖസുന്ദരായിട്ട് അവിടെ കിടക്കാൻ കേട്ടാ. അപ്പൊ ആള് കിടന്നുറങ്ങാണ് സുഖസുന്ദരായിട്ട്. ഒരനക്കല്ല, ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ടുണ്ടാവാന്നുള്ളത് അറിയില്ല. കുഴപ്പമില്ല. അവനെ നോക്കണ്ട ഇടയ്ക്കില്ല. ഇനിയിപ്പൊ അടുത്ത പുലിയുടെ അടുത്തേക്ക് വന്നേക്കാം കേട്ടാ. ഇത് 2ാമത്തെ പുലിയാണ്. അവനും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. കിടന്നുറങ്ങ തന്നെയാണ്. അവിടെ കിടന്നുറങ്ങിക്കോട്ടെ. നമ്മളിവരെ ശല്യപ്പെടുത്താൻ പോണ്ട. ശല്യത്തിന് പോയാലാണ് ഇവൻ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നിന്നാ മതി.
ആ അപ്പൊ ഇവനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാ ഇവിടെ ഉണ്ടാ ഇവിടെ ഈ അറ്റൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഇവിടെ നിൽക്കണ കയറുമ്പോ ഇതിനൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇതിനൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോഴേ കറണ്ട് അടിക്കാനുള്ള ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമ്പോ ഷോക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുമ്പോ ഷോക്ക് കൊടുത്തിട്ടാണ് ഇതിന്റെ ഉള്ളിലാണ് ഇവരുള്ളത്. അപ്പൊ അത് കാരണം നമ്മൾ ഈ നടന്നു പോകുമ്പോ ഈ സാധനത്തിന് തൊട്ട് കഴിഞ്ഞാൽ അപ്പം അടി കിട്ടും. ഇലക്ട്രിക് ഉണ്ട് കൂട്ടിൽ ഇറങ്ങണ്ട. ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, കാരണം ഇലക്ട്രിക് ഉള്ള കാരണം നമുക്ക് ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടാ. നമുക്ക് ഇങ്ങനെ തൊട്ടടുത്ത് വന്ന് കാണാം കൂട്ടിലൊക്കെ എടുക്കണെന്നുള്ളോ. ആശാനെ ആർക്കും വേണ്ടാണ്ട് ഒരു പുലി മാത്രം, 2 പുലികൾ അനാഥായിട്ട് കിടക്കുക, പാവങ്ങള്. ഇവർക്ക് കമ്പനി ആയിട്ട് ആരില്ല. ഇതിനൊന്നും തൊടാനൊന്നും പാടില്ല കേട്ടോ, കാരണം ഇതിനൊക്കെ ഷോക്ക് ഉണ്ടാവും. നോക്കി അവന്റെ നടത്തം കണ്ടല്ലേ, ഏകദേശം ഇതുപോലത്തെ ഒരു പുലിയുടെ അടുത്തേക്കാണ് നമ്മൾ കയറിയത്. പക്ഷെ ഉള്ളിലൊരു പേടി. പറഞ്ഞോ. അങ്ങോട്ട് അധികം പോണ്ട, കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സംഭവം അതിന്റെ ഉള്ളിൽ കൂടെ കിട്ടില്ലെങ്കിലും ഒരു പേടി അതിന്റെ അടുത്ത്. അവന്റെ നടത്തം കണ്ടിട്ടേ വയറ് കത്തിയിട്ട് നടക്കാന്ന് പറയില്ല. ഇത് നമ്മൾ വന്നത് ഉച്ച നേരം 12 മണി വരെ. അവൻ വയറ് കത്തി നടക്കുന്ന സമയമാണ്. നമ്മൾ ഇനി ആവശ്യമില്ലാണ്ട് അവന്റെ അടുത്തേക്ക് പോയി അവനെ പ്രകോപിപ്പിക്കണ്ടാവും. ഒരുത്തി അവിടെ കിടന്നുറങ്ങാം സുഖമായിട്ട്. കണ്ട അവന് വിശക്കുണ്ട് കേട്ടോ പാവം. ഓക്കെ, ഒരു പുലിനെ നമ്മൾ ഉറങ്ങാണ് കേട്ടോ. വാവേ വാവേ ഉണ്ണി നല്ല ഉറക്കത്തില്ല, അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അവനെ നല്ല തീറ്റ തിന്നിട്ടേ, നല്ല ഇറച്ചി സാധനങ്ങളൊക്കെ തിന്നിട്ട് നല്ല ഉറക്കത്തില്ല. ഉറങ്ങണ വാവേനെ എനിപ്പിക്കണ്ട. വാവ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ കേട്ടാ. വാവേ ഓനോ ഇവിടെ ന്യൂബോണുകളാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് വലിയ ടൈഗറായിരുന്നു, ഒരു മീഡിയം സൈസും ബിഗ് സൈസും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ന്യൂബോൺ ആയിട്ടുള്ള ടൈഗറുകളാണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ കളിക്കുന്ന പോലെ ഡീൽ ചെയ്താൽ മതി കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് സാധനങ്ങളൊക്കെ അയച്ചു വെച്ചിട്ട് വേണം, കാരണം ന്യൂബോൺ ആയ കാരണം നമ്മളിവിടെ കയറില്ലേ. നമ്മൾ ഒരെണ്ണത്തിന്റെ അടുത്ത് കളിച്ച് മതിയായി. കൊച്ചേ ടൈഗറിന്റെ മുകളിൽ കിടക്കാണ്, ഭയങ്കര കാഴ്ചല്ല. ടൈഗറായിട്ട് കളിക്കുന്ന കളി കണ്ടില്ല അവര്. അപ്പോ വീട്ടിലൊരു അംഗത്തിനെ പോലെ കാണുന്നത്. ഇവിടെ നോക്കിയ ഒരു സൈഡില് കാണിക്കുന്നത് ഇതാ കൊച്ച് കിടക്കാണ്, ടൈഗറിന്റെ മേലെ കിടത്തിയിട്ടാണ്. കുഞ്ഞു പിള്ളേർക്ക് വരെ കളിക്കാൻ കൊടുക്കണ കളിപ്പാട്ടം പുലിക്കുട്ടിയ. കുഞ്ഞു പിള്ളേർക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത്. പല ആൾക്കാരും വേണ്ട, പ്രാങ്ങളെ കളിപ്പിക്കണ പോലെ കൊഞ്ചിക്കണ പോലെയാ പുലിയുടെ അടുത്ത് വന്ന് കൊഞ്ചിച്ച് കളിക്കുന്നത്. നോക്കിയവര് പുലിനെ കളിപ്പിക്കണൊക്കെ പ്രാങ്ങളെ കളിപ്പിക്കണ പോലെ കളിപ്പിക്കണം. അതുപോലൊക്കെ നമുക്ക് പുലിക്കുട്ടീനെ വെച്ച് പോലെ. അപ്പൊ നമ്മൾ ടൈഗർ പാർക്കിന്റെ ഉള്ളിൽ വന്നിട്ട് ടൈഗറായിട്ട് ഒരു മൽപ്പിടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. സംഭവം നല്ല അടിപൊളിയാണ്. എല്ലാരും വന്നൊന്ന് ഒരു വട്ടെങ്കിലും ഒന്ന് സംഭവം വേത്ത് തൊട്ടൊന്ന് തലോടി നിൽക്കണം. പേടിയൊക്കെ ഉണ്ടാവും. നമ്മൾ എടുക്കുമ്പോൾ ഒരു കുഞ്ഞ ടൈപ്പിന്റെ എടുത്താൽ മതിട്ടോ. വലുതിന്റെ അടുത്ത് അവരുടെ വലിയ എന്താ ഒരു ഗർജനൊക്കെ കേട്ട് നമ്മൾ പേടിക്കാനൊന്നും പോണ്ട. ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്. അപ്പൊ ടൈഗർ പാർക്ക് അടിപൊളിയായിരുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും വരാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണണ്ട. ഓക്കെ ബൈ. കൊച്ചേ ടൈഗറിന്റെ മുകളിൽ കിടക്കാണ്, ഭയങ്കര കാഴ്ചല്ല. ടൈഗറിന്റെ അടുത്ത് നമ്മൾ കടിക്കാനായിട്ട് ഒരു കാണിക്കുന്നുണ്ട്, ഇപ്പൊ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പതുക്കനെ അതിൽ നിന്ന് പിന്മാറി. ഒരെണ്ണത്തിന്റെ അടുത്ത് ഒരു പൂതിക്ക് കയറി ഏകദേശം ഒരു 1300 1400 രൂപയാണ് ടൈഗറിന്റെ അടുത്ത് നമ്മൾ കളിക്കാനായിട്ട് കൊടുക്കുന്ന പൈസ. അപ്പൊ അത് പരിപാടി കഴിഞ്ഞു, ടൈഗറായിട്ടുള്ള നമ്മളെ ഇതുകൾ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തായാലും വരണവര് ടൈഗർ പാർക്ക് തീർച്ചയായിട്ടും വരണം. മതി.